അതെ, സന്തോഷമുണ്ട്. എന്ന് ചോദിക്കാൻ സന്തോഷമല്ലേ, ഏറ്റവും വലിയ സന്തോഷമല്ലേ. 40 അല്ല, 5 ഏക്കർ സ്ഥലം, 5 ഏക്കർ സ്ഥലത്ത്. അങ്ങനെ ഒരു പ്രത്യേകിച്ച് പ്രചോദനമൊന്നും ഇല്ലായിരുന്നു. എനിക്കൊരു 44 വർഷത്തിന് മുമ്പ് ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായി. അപ്പൊ ഇതെല്ലാം വന്ന് കച്ചിവിരിക്കുന്ന സ്ഥലങ്ങളായിരുന്നു. നെൽകൃഷി നിന്നു. ഞാൻ 2 വർഷം ഒന്നിനും എണ്ണിക്കാൻ വയ്യാതെ കിടപ്പായി, മെഡിക്കൽ കോളേജിലും വീട്ടിലുമൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് എണ്ണിച്ച് പയ്യനെ അടക്കാൻ തുടങ്ങിയപ്പോൾ ഈ വസ്തു ഇതെല്ലാം വെറുതെ കിടക്കും. അപ്പൊ ഞങ്ങൾക്കൊരു വെച്ചാരാധനയുണ്ട്, ഞങ്ങൾ വെളിച്ചന്മാരെന്നാണ് വിളിക്കുന്നത്. അവർ തന്നെ ഒരു ഉത്ബോധനം തന്ന പോലെ നീ ഇങ്ങനെ ഇരുന്നാൽ അങ്ങ് ഇരിക്കത്തില്ലയോ, ഇവിടൊക്കെ എന്തെങ്കിലും ഒന്ന് വെക്കരുതെന്ന്. അങ്ങനെ ഓരോന്ന് വെച്ചു, അടുത്തടുത്ത് വെച്ചു. കുര്യാലൊക്കെ തന്നെ ആദ്യം വെച്ചത്. അത് പിടിച്ചു. നമ്മൾ വെക്കുന്ന എന്തും പിടിച്ചു കിട്ടുന്നത് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ. അങ്ങനെ വെച്ചു. കാടാവണമെന്നൊന്നും വെച്ചതല്ല. പക്ഷെ അതെല്ലാം കിളിച്ച് കൈ നട്ടു നനച്ച് ഒരു ആലപ്പുഴ ഡിസ്ട്രിക്റ്റിന് കാടില്ലാത്തതിനൊരു കാടായി. സ്വന്തം അധ്വാനത്തിൽ. 300 എത്ര 3000 ഇല്ലയോ? ചെടികളും വൃക്ഷങ്ങളും ഔഷധ ചെടികളും എല്ലാം ആയിട്ടുണ്ട്. നമ്മളങ്ങനെ ഒന്നും ഇന്നത് വേണമെന്നുള്ള ഉദ്ദേശമല്ല കിട്ടുന്നത്. എല്ലാം വെക്കുക, പിടിപ്പിക്കുക. പക്ഷെ 10-50 പിടിച്ചു തന്നെ കിട്ടും. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതിനൊന്നും വേണ്ടിയിട്ടല്ലല്ലോ ഇത് ചെയ്തത്. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ്, പിന്നെ മനസ്സന്തോഷത്തിനും വേണ്ടിയിട്ട് ചെയ്തതാണ്. അതായത് ഇങ്ങനെ ഒരു അവാർഡിനെ ഒന്നും ഉദ്ദേശിച്ചൊന്നും ചെയ്തതല്ല. പിന്നെ ആരാണ്ട് പറഞ്ഞ് നമ്മുടെ എല്ലാം മാതാവായ ഭൂമിദേവിയെ സേവിച്ചു. അമ്മ അതിന്റെ പ്രതിഫലം തന്നു, ഇന്നും തന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അത് കിട്ടി. അല്ല, കൂടുതലായിട്ട് ഇവിടെ തന്നെ ഇപ്പോഴും കിട്ടുന്നതൊക്കെ ഇതിന്റെ ഇടയിലായാലും വെക്കുന്നുണ്ട്, വെള്ളം കോരുന്നുണ്ട്. ഇപ്പൊ പിന്നെ എനിക്കധികം നടക്കാൻ വയ്യ, പിന്നെ മക്കളെല്ലാം സഹായിക്കും. ഉണ്ടായിരുന്നു. ഞാൻ രാവിലെയും വൈകിട്ടും നേരത്തെയൊക്കെ ഇത് മുഴുവൻ കവർ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു 4-5 വർഷം കൊണ്ട് എനിക്ക് വയസ്സ് 92 ഇല്ല. പക്ഷെ മക്കൾ നോക്കിക്കോളും. എല്ലാവർക്കും ഇതിനകത്ത് ഇഷ്ടമാണ്. അതുകൊണ്ട് അവരെല്ലാം ഇത് നോക്കിക്കോളും. എന്റെ കൊച്ചുമോളാണ് എടുത്തിരിക്കുന്നത്, എന്റെ ബോട്ടണിയാണ്. അവളെ ഇത് കണ്ടുകൊണ്ടാണ് അത് തന്നെ എടുത്തത്. അപ്പം അവളും നോക്കിക്കോളും. അങ്ങനെ ഇത് പരിപാലിച്ച് പോവും എന്നുള്ള ഒരു വിശ്വാസം. അവര് പറയുന്നത് ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളിത് മുൻപോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് അമ്മൂമ്മയുടെ ആഗ്രഹം, അവരുടെ ആഗ്രഹം. അതെ, അത് കണ്ടെങ്കിലേ ഒക്കത്തുള്ളല്ലോ. നമ്മളൊരു വടവലവും വഴുതനവും വെച്ചാൽ തന്നെ നമ്മളതിന്റെ അടുക്കത്ത് നിന്ന് വിളവെടുക്കുന്നുണ്ട്, അതിന് പുഴു വന്നിട്ടുണ്ടോ അതൊക്കെ നോക്കിയല്ലേ ഒക്കത്തുള്ളൂ. നമ്മളതിനെ നമുക്ക് പറയുന്നത് അതിനറിയാം. അത് നമ്മൾ ചെന്ന ദിവസവും അതിനെ ഒന്ന് നോക്കി അതിന്റെ ഇല പുഴു വല്ലതും വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കി അതിനിച്ചിരി വെള്ളമൊക്കെ തളിച്ച് ഒക്കെ വെച്ചു. ഒരെണ്ണം കൊണ്ടുവച്ചാലും കിളിക്കത്തില്ലല്ലോ. അതിനെ നമ്മുടെ മക്കളെ നോക്കുന്നതിനേക്കാൾ കാര്യമായിട്ട് നോക്കിയെങ്കിൽ അത് മേപ്പോട്ട് വരത്തുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.